എഴുതിയ ലിസ്റ്റ് ഞാൻ വായിക്കാം. യദുവിന് ഡ്രസ്സ് 2 ജോഡി, പിന്നെ യാമിനിക്ക് ഡ്രസ്സ് 2 ജോഡി. അത് ഏതാ ഡ്രസ്സ് വേണ്ടത്? അതിപ്പോഴത്തെ മോഡൽ, ഇപ്പൊ ഓണത്തിന് ഇറങ്ങുന്ന പുതിയ മോഡൽ ആയിക്കോട്ടെ. പിന്നെ നിനക്ക് 3 സാരി, 2 ചുരിദാർ. ഒരു ചുരിദാറും കൂടി ആവാം, അടക്കട്ടെ. പിന്നെ എനിക്ക് ടീഷർട്ടും മുണ്ടും മതി. ടീഷർട്ട്, ഒരു ഷർട്ട് വാങ്ങും ഓണത്തിന്. ഷർട്ടാ വേണ്ടത്? അതാ വേണം. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. പിന്നെ നിന്റെ അച്ഛന് മുണ്ട് ഷർട്ട്, അമ്മക്ക് ഒരു സെറ്റ് സാരി. എന്താ സാരി വേണ്ടപ്പാ, നല്ല വേസ്റ്റ് മുണ്ട്. അത് മതി. പിന്നെ അച്ഛന് ഒരു മുണ്ട്. അച്ഛന് മുണ്ടാ? അല്ല, അച്ഛന് എന്തിനാ ഇപ്പൊ മുണ്ട്? രാവിലെ ആവുമ്പോ പുറത്തെടുത്ത് വെക്കുന്നു, വൈകുന്നേരം ഭാഗത്തെടുത്ത് വെക്കുന്നു. അച്ഛന് മുണ്ട് പോലും എല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ആളുമാര് നിറയെ ഈ അച്ഛനെ മുണ്ട് ഷർട്ടാ. അതായിരിക്കും കൊടുക്കാന്ന് വെച്ച് ഞാനിരിക്കുക. അപ്പോഴാണ് പുതിയ മുണ്ട് ഷർട്ട് എടുക്കുന്ന കാര്യം പറയുന്നത്. നിനക്കറിയാമോ, ഈ അച്ഛന് പണ്ട് വെറും കുടിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ വീടെടുത്തു. അതിൻ്റെ മുമ്പേ കൈക്കോട്ട് പണിക്ക് പോയിട്ട് ഞങ്ങൾ 5 മക്കൾ എങ്ങനെയാണ് വളർത്തിയറിയാമോ? ഓരോ ഓണത്തിനും എല്ലാവർക്കും ഞങ്ങൾക്ക് ഓണക്കോടി എടുത്ത് തരും. അച്ഛനെടുക്കില്ല. അത്ര വിഷമിച്ചിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഇതിപ്പോൾ അച്ഛന് ഒരു മുണ്ടെടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമില്ല അല്ലേ? അച്ഛാ ഏട്ടാ, അച്ഛാ, അച്ഛാ ക്ഷമിക്കച്ചാ, എനക്ക് അറിയില്ലേനോ അച്ഛാ. അച്ഛൻ വിഷമിക്കട്ടെ കേട്ടോ. ക്ഷമിക്ക എന്നോട് അച്ഛാ, എന്നോട് ക്ഷമിക്ക. സാരമില്ല മകളെ, സാരമില്ല. നിങ്ങൾ നന്നായി ജീവിച്ചു കേട്ടാ. അച്ഛൻ കരയില്ല അച്ഛാ, ക്ഷമിക്കണം. ഹാപ്പി ഹാപ്പി ഓണം. ഓണം.